ബോച്ചെ പറയുന്നത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാ കേൾക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ? അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിമർശനം ഹണി റോസിലേക്ക് വരും. അതായത് ബോച്ചെ പറഞ്ഞത് ശരിയല്ല, ബോച്ചെ പറഞ്ഞത് തെറ്റാണ്, ബോച്ചെ മാപ്പ് ചോദിക്കണമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹണി റോസിലേക്ക് വിമർശനം വരും. അതുകൊണ്ട് ബോച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബോച്ചയെ ന്യായീകരിക്കുക എന്ന് പറയുക. ന്യായീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ ശരിയാണെന്ന് പറയുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയും പറയുന്നല്ലേ. പക്ഷെ ബോച്ച ചെയ്ത കാര്യത്തെ ഞാൻ എവിടെയും ന്യായീകരിച്ചില്ല, തെറ്റാന്ന് പറയുന്നുണ്ട്. മീഡിയക്കാർക്ക് എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്? കേട്ട് കഴിഞ്ഞാൽ ഹണി റോസിന് നേരെയുള്ള സോഷ്യൽ ഓഡിറ്റ്, ഹണി റോസിന് നേരെയുള്ള വിമർശനം വരും. ആ വിമർശനം വന്നാൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം അതിന് അവർക്ക് ഗ്രൗണ്ട് ഇല്ല. അപ്പൊ നേരത്തെ ഞാൻ ചോദിക്കുകയുണ്ടായി, അമലാപ്പോൾ ഞാൻ ഒരു ഹണി റോസിനെ മാത്രം പറയാതിരിക്കാനാണ് പറയുന്നത്, ഇനി വേറൊരു നടിയെ മോശമായി പറയാനല്ല. അമലാപ്പോൾ അന്ന് കോളേജിലിട്ട വസ്ത്രമിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ഈ കാലത്തിലെ ഏതെങ്കിലും ഒരു ന്യൂസ് ആങ്കറെ നിങ്ങൾ ഇരിക്കാൻ സമ്മതിക്കൂ? അപ്പൊ ഇത് പ്രശ്നം എന്താ അറിയാവോ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ്, ആരാന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ രസമാണ്. പക്ഷെ അത് സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനും അമ്മയെ നമുക്ക് കൊള്ളുള്ളൂ. അതായത് ബാക്കി ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞാൽ ഓക്കെ ഭയങ്കര പുരോഗമനവാദമാണെന്ന് പറയും. പക്ഷെ അത് നമ്മുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴോ നമുക്ക് കൊള്ളുള്ളൂ. ഇത് കൃത്യമായ ഒരു ഇരട്ടത്താപ്പാണ്. ഇതൊരു ഫെമിനിസ്റ്റ് ഇരട്ടത്താപ്പാണ്. ക്ഷമിക്കണം പ്ലീസ്.